ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു നൈറ്റ് ഡ്രൈവിന് പോവാണ്. എവിടെ നമ്മൾ പോണേ? വിഴിഞ്ഞത്ത് പോയി നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ പോയി കുറച്ച് അപ്പവും ഫിഷും ഒക്കെ കഴിക്കാന്നുള്ള ഒരു പ്ലാന് ഞങ്ങൾ ഇറങ്ങുവാണ്. അല്ലേ ജീക്കു, നമ്മൾ എവിടെ പോവാ? ടാറ്റ പോവല്ലേ? യെസ്, ഞങ്ങൾ ടാറ്റ പോവാണ്. ശരി ഗൈസ്, അപ്പൊ നമുക്ക് ഇനി പോണ വഴിയും അവിടെ എത്തിയിട്ടും കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ലുലുവിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലുലുവിന്റെ ലൈറ്റിങ്ങും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ട് ഇതിലെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാൻ. പിന്നെ നടുക്കുള്ള ഒരു ചെറിയ പാം ട്രീസും ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ വിഴിഞ്ഞത്തേക്ക് ഉള്ള റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിഴിഞ്ഞം അടുത്തെത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പള്ളിയിലൊരു ഫങ്ഷൻ പോലെ, ഒരു ഫെസ്റ്റിവൽ പോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഫുള്ള് ലൈറ്റും ജനത്തിരക്കുമായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. നിറച്ചാളുകളും വണ്ടിയും എല്ലാമായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് ഇട്ട ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമായിരുന്നു. ജയിക്കുനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ള് ലൈറ്റും മ്യൂസിക്കും അങ്ങനെ ഭയങ്കര കിടിലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉസ്താദ് ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നിവിടെ പാർക്കിംഗ് ഒക്കെ എങ്ങനെ വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇത്രയും തിരക്കുള്ളത് കൊണ്ട് എങ്ങനെ വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളാണെങ്കിൽ ഇനോവയായിട്ടാണ് ഇത്തവണ വന്നത്, യദുവിൻ്റെ ഇനോവ. അപ്പം ഇതാണ് നമ്മൾ പോകേണ്ട ഉസ്താദ് ഹോട്ടൽ. നമ്മൾ അവിടെ കഴിഞ്ഞ് പാർക്കിംഗ് തപ്പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ലൈറ്റിംഗ് ബോർഡ് കാണാം. അതിലൊരു പള്ളിയുടെ പോലെ ഒരു ഇമേജ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല കളർഫുള്ളായിട്ട്. പിന്നെ നമ്മുടെ ജയിക്കുന് ഇഷ്ടപ്പെട്ട ടോയ്സും പിന്നെ ഐസ്ക്രീമുകൾ അങ്ങനെ ഇതെല്ലാമായിട്ട് ഒത്തിരി ഷോപ്പുകളൊക്കെ സൈഡിലുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടേ അല്ല നമ്മൾ പോയത്. നമ്മൾ ജസ്റ്റ് വിഴിഞ്ഞം ചെല്ലുക, ഉസ്താദ് ഹോട്ടലിൽ കയറുക, അവിടെ നിന്ന് നമുക്ക് അപ്പവും മീനും കഴിക്കുക, ആ ഒരു പ്ലാനിൽ മാത്രമായിരുന്നു നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഇവന്റ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും കൂടുതലൊരു അടിപൊളി എക്സ്പീരിയൻസുമായിട്ട് തിരിച്ചു പോരാൻ വേണ്ടി പറ്റി. അപ്പം ഞങ്ങൾ വൈകി ഇങ്ങനെ പാർക്കിംഗ് തപ്പത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം, രണ്ട് സൈഡിലും നിറയെ കടകളും നിറച്ച് തിരക്കും കുറേ വണ്ടികളും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാം. അങ്ങനെ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ദേ ഉസ്താദ് ഹോട്ടലിലേക്ക് നടന്നു വരുവാണ്. ജയിക്കു സോനയുടെയും അമ്മുൻ്റെയും കൈയൊക്കെ പിടിച്ച് ഷൂസൊക്കെ ഇട്ടിങ്ങനെ നടന്നു വരുന്നുണ്ട്. ചെമ്പല്ലി ഫ്രൈ, കൊഞ്ച്, കൂന്തൽ. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫിഷൊക്കെ ഞങ്ങൾ ചൂസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അവരത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ജസ്റ്റ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ കാണിക്കാം. ഈ ഒരു ടയർ ഇങ്ങനെ ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഉസ്താദ് ഹോട്ടൽ ഇതാണ് കേട്ടോ. ഇവിടെ 2-3 ഉസ്താദ് ഹോട്ടലുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ടും വരുന്ന ഈ ഒരു ഹോട്ടലിലാണ്. അങ്ങനെ ഞങ്ങളുടെ മീൻ വറുത്തതും എല്ലാം വന്നിട്ടുണ്ട്, പൊറോട്ടയും അപ്പവും. ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ തന്നെ. അതിൻ്റെ അകത്തുള്ള ആ ഒരു ചില്ലി ഫ്ലേക്സ് പോലെ അത് വറുത്തിട്ടേക്കുന്നത്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരറ്റത്തുനിന്ന് അങ്ങ് യുദ്ധം തുടങ്ങുമായിരുന്നു. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. അമ്മ പൊറോട്ട എടുത്ത് കാണിച്ചു സോനെ. കഴിഞ്ഞ് എല്ലാവരും പയ്യെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ ഒരു സുലൈമാനി. ഇത് ഞങ്ങളെല്ലാവരും 2 സുലൈമാനി വെച്ചിട്ടാണ് ഒരാൾ പറഞ്ഞത്. കാരണം അത്ര ടേസ്റ്റാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ആ സുലൈമാനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അവിടെ ദഫ്മുട്ട് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ സ്റ്റേജിൻ്റെ അടുത്ത് നല്ല തിരക്കായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്ത് പോയി ഇത് വീഡിയോ കാണിക്കാത്തത്. അപ്പം ഈ ഒരു ലൈറ്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അവരത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. അപ്പം നമുക്ക് ആ വഴിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ വളരെ ദൂരെ നിന്ന് തന്നെ ഈ ഒരു ലൈറ്റിങ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അലൻ, സോന, യദു, പിന്നെ യദുവിൻ്റെ ഫാദർ, മദർ, അമ്മു, ഞാൻ, കൊച്ച്. ഞങ്ങളെല്ലാവരും കൂടെ യദുവിൻ്റെ വണ്ടിയിലായിരുന്നു വന്നത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം തിരിച്ചിനി ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പം വളരെയധികം അടിപൊളി ഒരു ഫുഡും കിട്ടി. ഞങ്ങൾ വയറെല്ലാം നിറഞ്ഞ് മനസ്സും വയറും ഹാപ്പി ആയിട്ടാണ് തിരിച്ചിപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകുന്നത്.
അപ്പം ഇനി ഇതുപോലെയുള്ള ട്രാവൽ വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പം നമുക്കിനിയും വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. താങ്ക് യു. ബൈ.